ശ്രീ ബിന്ദു അനിൽ നമുക്കൊപ്പം ചേരുകയാണ്. തേവലക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ബിന്ദു അനിൽ. ശ്രീ ബിന്ദു അനിൽ, ഇപ്പോൾ അതുല്യ നേരിട്ടത് അതിക്രൂരമായിട്ടുള്ള പീഡനമാണ്. തൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അതൊരു കൊലപാതകമാണ് എന്നുള്ളതാണ് അതുല്യയുടെ അമ്മ ഉൾപ്പെടെ ആരോപിക്കുന്നത്. ഈ കുടുംബത്തെ പറ്റി അല്ലെങ്കിൽ ഈ വിഷയത്തെ പറ്റി താങ്കൾക്ക് അറിവുള്ളതാണോ? തീർച്ചയായും വളരെ വിവാഹത്തിന്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ അതുല്യ വളരെ ക്രൂര പീഡനമാണ് സതീശിൽ നിന്ന് നേരിട്ടുകൊണ്ടിരുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗാർഹിക പീഡന കേസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ സിറ്റിംഗ് നടക്കുന്ന സമയത്ത് സതീഷ് അതിന്റെ വന്ന് കണ്ട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ഒരിക്കലും ഇനി ആവർത്തിക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അതിലേക്ക് ഇവനോടുള്ള സ്നേഹം മറയാക്കി വീണ്ടും അതിനെ ചതിച്ച് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. അതായത് അന്ന് വിഷയങ്ങൾ ഉണ്ടായിരുന്നു, പിന്നീട് അത് മാപ്പ് പറഞ്ഞ് പിന്നീട് അനുനയിപ്പിച്ച് കൊണ്ടുപോവുകയായിരുന്നു, പിന്നീടും ഇത് തുടരുകയായിരുന്നു അല്ലേ? തീർച്ചയായും ഇവന്റെ വാക്കിൽ വിശ്വസിച്ച് അതിന്റെ കൂടെ പോയി. എങ്കിലും വീണ്ടും ഇതേ പല ആവർത്തി വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം അതിന്റെ മാതാവിനോടും സഹോദരിയോടും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. ഇതിന് ശേഷം മാതാവ് പലതവണ നമുക്ക് ഈ ബന്ധം വേണ്ട, മോളിന് പോരെ എന്ന് അതിലയോട് ആവശ്യപ്പെട്ടതാണ്. എന്നിട്ടും തന്റെ മകളെ വളർത്തണം, മകളെ പഠിപ്പിക്കണം, വളർത്തണം, അവർക്ക് വേണ്ടി ജീവിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അതിന്റെ അവിടെ തന്നെ തുടരുകയായിരുന്നു. പക്ഷെ ഇത് ഇത്രയും കൊടിയ പീഡനമായിരുന്നു എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു. അതിന്റെ ഷെയർ ചെയ്ത വീഡിയോസ് ഒക്കെ കാണുമ്പോഴാണ് നമ്മൾ ഇത്രയും ഭയാനകമായ ഒരു ക്രൂര പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു അതില്ലേ എന്ന് മനസ്സിലാക്കുന്നത്. ശ്രീ ബിന്ദു അനിൽ, അന്ന് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള പരാതികളായിരുന്നോ പോലീസിന് നൽകിയിരുന്നത് 4 വർഷം മുൻപ്? തീർച്ചയായും അന്ന് ഗാർഹിക പീഡനം, അതോടൊപ്പം തന്നെ സ്ത്രീധനം കുറഞ്ഞുപോയി എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ഉപദ്രവിച്ചിരുന്നത്. ഉപദ്രവിക്കുന്ന സമയത്ത് മൃഗീയമായിട്ടാണ് സതീഷ് അതിന്റെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഇയാള് നിരന്തരമായി ലഹരി ഉപയോഗിക്കുക, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടായിരുന്ന ആളാണോ? ഇയാളുടെ ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ, ഈ സതീഷിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതൊരു നോർമലായി പെരുമാറുന്ന ആളായിട്ടല്ല തോന്നുന്നത്. തീർച്ചയായും സതീഷ് ലഹരിക്ക് അടിമയായിരുന്നു. അത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വീഡിയോകൾ കാണുമ്പോൾ തന്നെ ഇദ്ദേഹം ഒരു സൈക്കോ മെന്റാലിറ്റി ഉള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എപ്പോഴും ഉപദ്രവിക്കുമ്പോഴും അതൊരു സൈക്കോ ആണെന്നുള്ള രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു സതീഷിൽ നിന്ന് നേരിട്ടുകൊണ്ടിരുന്നത്. ശ്രീ ബിന്ദു അനിൽ, ഈ സതീഷിന്റെ വീട് എവിടെയാണ്? കോട്ടയാണ്, ശാസ്താംകോട്ട എംപ്ലോയ്മെന്റ് ഓഫീസിന് സമീപത്തായിട്ടാണ് സതീഷിന്റെ വീട്. ഈ സതീഷിന്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നില്ലേ ഈ അതുല്യയുടെ കുടുംബവും ഉൾപ്പെടെയുള്ള ആളുകൾ? ആദ്യം ഗാർഹിക പീഡനത്തിന് പരാതി കൊടുത്ത് ഒത്തുതീർപ്പാക്കുന്ന സമയത്ത് സതീഷിന്റെ മാതാവിനെയും സഹോദരങ്ങളെയൊക്കെ വിളിച്ച് അവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത് ഒത്തുതീർപ്പാക്കിയിരുന്നത്. ഓക്കെ, അത് ഒത്തുതീർപ്പാക്കിയിരുന്നു. അപ്പോൾ അവർ ഈ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിരുന്നില്ലേ? അവരും ഇതിനകത്ത് ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം തീർച്ചയായിട്ടും ഒരു ഗൗരവതരമായ ഇടപെടൽ സതീഷിന്റെ കുടുംബാംഗങ്ങളിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. ഈ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉപദ്രവവും ഈ സതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അല്ലേ? മാത്രമല്ല, സതീഷിന് അതിലെ സംശയമായിരുന്നു. സംശയരോഗമുണ്ടായിരുന്നു. സംശയം സംസാരിക്കുന്നതിനോ ഒറ്റയ്ക്ക് പുറത്തു പോകുമ്പം കാണാൻ നല്ല സുന്ദരിയാണല്ലോ അതില്ല. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുമ്പോ പുരുഷന്മാര് നോക്കുന്നു, കമന്റുകൾ പറയുന്നു എന്നൊക്കെയുള്ള ഒരു അതിനും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ മർദ്ദനയാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വ്യക്തമാണ്. അങ്ങനെ പല തരത്തിൽ ഉള്ള കാരണങ്ങളാണ് സതീഷ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു സൈക്കോയുടെ ഇടപെടലിലൂടെ ഇപ്പോൾ ഒരാളുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള സംഭവം. ബിന്ദു അനിൽ, തേവലക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ഇപ്പോൾ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.